ജയറാമും മകൻ കാളിദാസ് ജയറാമും 22 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ആശകളായിരം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്താണ് സംവിധാനം നിർവഹിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫാണ് ആശകളായിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽത്താഫും അനാർക്കലി മരക്കാറും ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. വടക്കുനോക്കി യന്ത്രം എന്ന സിനിമയിൽ ശ്രീനിവാസനും പാർവതിയും അവതരിപ്പിച്ച തളത്തിൽ ദിനേശിനെയും ശോഭയെയും അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റർ. സമൂഹമാധ്യമ താരമായ ടാൻസാനിയൻ സ്വദേശി കിലിപ്പോൾ ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയെന്ന പ്രത്യേകത കൂടിയുണ്ട് ചിത്രത്തിന്. അസീസ് നെടുമങ്ങാട്, ജോമോൻ ജ്യോതിർ, അന്ന പ്രസാദ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നു. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നവാഗതനായ ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ചിത്രം ധീരൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും ആക്ഷനും മനോഹരമായി കോർത്തിണക്കിയിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ജാനേമൻ, ജയ 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 ഹേ, ഫാലിമി എന്നീ ഹിറ്റുകൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ തുടർച്ചയായ 4ാം വിജയമാണ് ധീരൻ. ലവ് ടുഡേ, ഡ്രാഗൺ എന്നീ സിനിമകൾക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡ്യൂഡ് എന്ന ചിത്രത്തിന്റെ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. റിലീസിന് മുൻപേ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. 25 കോടിക്കാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ചിത്രം റിലീസിന് മുൻപേ ലാഭം സ്വന്തമാക്കിയെന്നാണ് വിവരം. മമിത ബൈജുവാണ് നായിക. ബോളിവുഡ് സൂപ്പർ താരം രൺബീർ സിംഗിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം ധുരന്തറിലെ ഫസ്റ്റ് ലുക്ക് വീഡിയോ പുറത്ത്. ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകരിൽ പലർക്കും പ്രിയങ്കരിയായ സാറ അർജുനാണ് നായികയായി എത്തുന്നത്. ആദിത്യ ധർ ആണ് സംവിധായകൻ. ചിത്രം ഡിസംബർ 5-ന് റിലീസ് ചെയ്യും. Spotifyയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഗായകനായി ഹിന്ദി സംഗീതജ്ഞൻ അർജിത് സിംഗ്. Volt.fmന്റെ ജൂലൈയിലെ പട്ടിക പ്രകാരം 151 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് അർജിത് സിംഗിനുള്ളത്. ലോകപ്രശസ്ത ഗായകരായ ടൈലർ സ്വിഫ്റ്റ്, എഡ് ഷീറാൻ, ബിലി ഐലിഷ് എന്നിവരെ പിന്തള്ളിയാണ് ഈ നേട്ടം. തും ഹി ഹോ, കേസരിയ, തും ക്യാ മിലേ, ജാനേ തു തുടങ്ങിയ ഗാനങ്ങളുടെ സ്വീകാര്യതയാണ് അർജിത് സിംഗിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വലിയ വളർച്ചയുണ്ടാകാൻ കാരണം. നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച ബോളിവുഡ് ആക്ഷൻ ചിത്രം കില്ലിന്റെ തമിഴ് റീമേക്കിൽ ധ്രുവ് വിക്രമിനെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. ധ്രുവുമായി അണിയറ പ്രവർത്തകർ ചർച്ചകൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ കിൽ ഇന്ത്യയിലെ ഭീകരാക്രമണ രംഗങ്ങളുള്ള ചിത്രങ്ങളിലൊന്നാണ്.